ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ അമ്പലപ്പുഴ MLA ജി സുധാകരൻ ഉന്നയിച്ചിരിക്കുന്നത്. ആ ആരോപണത്തെ എങ്ങനെയാണ് കാണുന്നത്? ജി സുധാകരൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. അദ്ദേഹം മെഡിക്കൽ കോളേജിലെ ഒരു പരിപാടി സംസാരിക്കവേ കഴിഞ്ഞ സർക്കാർ മോശമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടത്തിയ ഒരു പ്രസംഗമാണ്. പക്ഷെ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, LDF സർക്കാർ ഭരിച്ച കഴിഞ്ഞ 5 വർഷക്കാലം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കുടുംബശ്രീ വഴി 100 പേരെ നിയമിച്ചു. ആ 100 പേരുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം കൈക്കൂലി വാങ്ങിയാണ് നിയമിച്ചത് എന്നൊരു ഗുരുതര ആരോപണമാണ് അത് ഉന്നയിച്ചത്. സ്വാഭാവികമായിട്ടും അത്തരം ഒരു ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് ഇപ്പോൾ UDF ആണ് ഭരിക്കുന്നത്. അദ്ദേഹം കൂടി പിന്തുണയ്ക്കുന്ന ഗവൺമെന്റാണ്. ആലപ്പുഴ ജില്ലക്കാരൻ കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തര വകുപ്പ്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ച ഈ 100 പേരുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം വാങ്ങി നിയമിച്ചു എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞ കാര്യം. അദ്ദേഹത്തിന്റെ പേര് വാങ്ങിയ ആൾക്കാരുടെ പേരറിയാന്ന് പറഞ്ഞു. ഇപ്പൊ വെളിപ്പെടുത്തുന്നില്ല എന്നാ പറഞ്ഞു. വെളിപ്പെടുത്തണം. പക്ഷെ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം, അദ്ദേഹം ഉന്നയിച്ച ഈ ആരോപണം സംസ്ഥാനത്തെ വിജിലൻസ് അന്വേഷിക്കണം എന്നുള്ളതാണ്. വിജിലൻസിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തല അതിപ്പോ തെറ്റായ ഒരു പ്രചരണമാണ് ജി സുധാകരൻ നടത്തുന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹം കുടുംബശ്രീയെ തെറ്റായിട്ട് പറഞ്ഞു. ആ സ്ത്രീകളെ ഇത്തിരി ആക്ഷേപിച്ച് പറഞ്ഞു. 2010 ജി സുധാകരൻ കൂടി മന്ത്രിയായിരിക്കുന്ന ഗവൺമെന്റ് സമയത്താണ് ഈ ക്ലീനിങ് ജോലി ചെയ്യാൻ കുടുംബശ്രീയെ ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള ഉത്തരവുണ്ടാവുന്നത്. ബഹുമാനായിട്ടപ്പെട്ട VS മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രി PK ശ്രീമതി ടീച്ചറുമാണ്. അപ്പോൾ അദ്ദേഹം കൂടി മന്ത്രിയായ ഒരു സർക്കാരിൻ്റെ കാലത്ത് ഇറക്കിയ സർക്കാർ ഉത്തരവനുസരിച്ചാണ് അന്നു മുതൽ ഇന്ന് വരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കുടുംബശ്രീ വഴി താൽക്കാലികമായി ഡെയിലി വേജസാണ് 450 രൂപ, 600 രൂപ അങ്ങനെ മാത്രം കൂലി കിട്ടിയിട്ട് ഒരു 30 ദിവസത്തേക്ക് ഒരു ബാച്ച്, അല്ലെങ്കിൽ 45 ദിവസത്തേക്ക് ഒരു ബാച്ച്, അത് കഴിയുമ്പോൾ അവർ മാറി പുതിയ ബാച്ച് വന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്നതിനെ കുറിച്ചായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ആ സാധാരണക്കാരായ സ്ത്രീകൾ വീട്ടിൽ ധാരാളം പ്രാരാബ്ദമുള്ളവരും പ്രയാസമുള്ളവരുമാണ്. ആ പട്ടിണി പാവങ്ങളായിട്ടുള്ള ആളുകളെ കൂടി ആക്ഷേപിക്കുന്ന വിധത്തിലാണ് ഈ ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയും കുടുംബശ്രീയെ തന്നെ ആക്ഷേപിച്ച് അവിടെ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം തന്നെ ഉത്തരവിട്ട കാര്യത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ ഇപ്പോൾ ഒന്ന് തലകുത്തി എന്ന് വർത്തമാനം പറയുന്ന പോലെയാണ് വരുന്നത്. കഴിഞ്ഞ സർക്കാരിനെയും LDFനെയും ആക്ഷേപിക്കാൻ എന്തും പറയുമെന്നൊരു പൊതു സ്വഭാവം അദ്ദേഹത്തിന് ഇപ്പോൾ കൈവന്നിട്ടുണ്ട്. അതിലെ കവല പ്രസംഗം പോലെ പ്രസംഗിച്ച് നടക്കേണ്ട കാര്യമില്ല. ഉന്നയിച്ച ആരോപണം അത് എന്താണെന്ന് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റ് വിജിലൻസ് അന്വേഷിക്കണം എന്നതാണ് ആവശ്യപ്പെടുന്ന കാര്യം. അതിനാവശ്യമായ നിലപാട് അദ്ദേഹം സ്വീകരിക്കണം. എന്തായാലും ഒരു വെല്ലുവിളി തന്നെയാണ് അമ്പലപ്പുഴയിലെ മുൻ MLA കൂടിയായിട്ടുള്ള H. സലാം ഉന്നയിച്ചിരിക്കുന്ന കാര്യം. ജി സുധാകരൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അത് തെളിയിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭരിക്കുന്ന സർക്കാരിന്റെ വിജിലൻസ് അത് അന്വേഷിക്കണം എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ, അങ്ങനെ ഒരു ആവശ്യമാണ് H. സലാം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ക്യാമറാമാൻ അനസമാനൊപ്പം ഷാജഹാൻ.